പുഴയോരങ്ങളിലെ ജീവിതക്രമങ്ങൾ പുഴയുമായി പലതരത്തിൽ കണ്ണിചേർക്കപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. മനുഷ്യർക്കും പുഴയ്ക്കുമിടയിലുണ്ടായിരുന്ന ആ വിനിമയങ്ങളുടെ സൃഷ്ടിയാണ് പുഴക്കടവുകൾ. പുഴയോരത്തുള്ളവർക്ക് പല നിലയിൽ പുഴയുമായി ബന്ധപ്പെടാനുള്ള വഴിയൊരുക്കിയത് ഈ കടവുകളായിരുന്നു. കുളിക്കടവ്, അലക്കുകടവ്, തോണിക്കടവ്, കന്നുകാലിക്കടവ്, ബലിക്കടവ്, ചകിരിക്കടവ് എന്നിങ്ങനെ ജീവിതത്തിലെ എല്ലാ വ്യവഹാരങ്ങൾക്കും പുഴയോരത്തേക്ക് ഒരു പാതയുണ്ടായിരുന്നു. ഓരോ കടവുകൾക്കും അതിൻ്റെതായ നാട്ടുനടപ്പുകളും നീതിയുമുണ്ടായിരുന്നു. എന്നാൽ അത്യാർത്തിയുടെയും അമിത ലാഭത്തിൻ്റെയും ഒരു കടവ് പിന്നീട് പുഴയോരങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടു. അതാണ് മണൽക്കടവുകൾ. അതോടെ പുഴയിലേക്ക് ഇറങ്ങാനുള്ള നടവഴികളുടെ വീതി ലോറികൾ ഇറക്കാൻ പാകത്തിൽ വിസ്തൃതമായി. ഭാരതപ്പുഴ സമതലങ്ങളിലേക്ക് ഒഴുകിയെത്തിയ ഇടങ്ങളിലെല്ലാം പുഴയിലേക്ക് ലോറി ഇറക്കാനുള്ള അത്തരം മണൽക്കടവുകൾ ഏറെയുണ്ടായിരുന്നു. മണലുതീർന്ന് പുഴ കുഴിയായി മാറിയതോടെയും നിരോധനം വന്നതോടെയും ആ വഴികളെല്ലാം ഇന്ന് വിജനമാണ്. പക്ഷേ ഭാരതപ്പുഴയിൽ മണൽ അവശേഷിക്കുന്ന ഇടങ്ങളിൽ പുതിയ രൂപത്തിൽ പുതിയ ന്യായങ്ങളോടെ മണലൂറ്റൽ വീണ്ടും സജീവമായിരിക്കുന്നു. നിരോധനത്തോടെ മണൽവാരലിനെതിരായ പ്രതിഷേധങ്ങളും മിക്ക സ്ഥലങ്ങളിലും കെട്ടടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പുതിയ രൂപത്തിൽ തുടരുന്ന സർക്കാർ സ്പോൺസേഡ് മണലൂറ്റലിനെതിരെയും പോരാട്ടം തുടരുന്ന തളരാത്ത പോരാളികൾ ഇന്നും സജീവമാണ്. തൃശൂർ ജില്ലയിലെ വള്ളത്തോൾ നഗർ പഞ്ചായത്തിലുള്ള ദേവദാസ് നടത്തുന്ന പുഴ സംരക്ഷണ ശ്രമങ്ങൾ അത്തരത്തിൽ വിശ്രമമില്ലാത്ത ഒന്നാണ്. അനധികൃതമായി നടക്കുന്ന മണലെടുപ്പിനെതിരെ ദീർഘകാലമായി പോരാടുന്ന ദേവദാസ് ഇപ്പോൾ ഷൊർണൂർ ചെറുതുരുത്തി തടയണയിൽ നിന്നും മണലൂറ്റിയെടുക്കുന്ന സർക്കാർ പദ്ധതിക്കെതിരായ സമരത്തിലാണ്. ഈ തടയണേന്ന് വ്യാപകമായിട്ടുള്ള മണ്ണാണ്. അത് ഡ്രഞ്ചിങ് മെഷീനുകളും മണ്ണുമാന്തി യന്ത്രങ്ങളും ഉപയോഗിച്ചാണ് മണലെടുക്കുന്നത്. ഇത് സർക്കാർ ഇറക്കിയ ഉത്തരവുകൾക്കും കോടതി വിധികളുടെ ലംഘനമാണ് ഇവിടെ നടക്കുന്നത്. ഈ വൻ ആഴത്തിലാണ് ഇവിടെ പുഴ കുഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ചളിയാവുന്ന അവസ്ഥയാണ് ഈ പുഴ. പരാതി കൊടുത്താൽ പോലും നടപടിയില്ലാത്ത അവസ്ഥയാണ്. ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ ഭാഗത്തേക്കാണ് ഇപ്പോൾ ഈ മണൽ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ആ മണൽ പല സ്ഥലത്തും രാത്രിയും പകലൊക്കെ കടത്താണ്. ആരും നോക്കാനില്ല. സർക്കാരിൻ്റെ പ്രവൃത്തിയാണെങ്കിൽ അവിടെ ഒരു ബോർഡ് പോലും വെക്കും. ഒരു ബോർഡും ഇല്ല. പച്ചയായിട്ടാണ് നടക്കുന്നത്. വലിയ ഡ്രഞ്ചിങ് മെഷീനുകളാണ്. ലോഡ് കണക്കിന് മണൽ അവിടെ നിന്ന് അടിച്ചിട്ടിട്ടുണ്ട്. അവിടെ നിന്നാണ് കയറ്റി പോവുകയാണ്. ഷൊർണൂർ പഴയ ഓട്ട് കമ്പനി വഴി. ഇത് ഇവിടുത്തെ നാട്ടിലെ ജനങ്ങൾക്ക് പോലും കിട്ടുന്നില്ല. കാരണം വില കുറച്ച് കിട്ടില്ല. ചളി മണ്ണാണെന്ന് പറയും, പക്ഷെ അത് മണലാണ്. വലിയ റേറ്റാണ്. ഒരു ലോഡ് മണലിന് 20,000 രൂപയ്ക്കാണ് കൊടുക്കുന്നതെന്നാണ് കേട്ടത്. ഈ തടയണകൾ ഭാരതപ്പുഴയിൽ ഉണ്ടാക്കിയ തന്നെ മണലെടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ പുഴയുടെ സംരക്ഷണത്തിനോ വെള്ളത്തിനോ കാർഷിക ആവശ്യത്തിനോ അല്ല. ഇതിപ്പോൾ ഒരു ലക്ഷ്യം കണ്ടെക്കണാണ്. തടയണ എവിടെയാണോ ഉള്ളത് അവിടുത്തെ മണൽ എടുക്കുക എന്ന് പറഞ്ഞ് ആ പരിസരത്തെ മണൽ മൊത്തമായി എടുക്കുക. മുപ്പത്തഞ്ച് വർഷത്തിലേറെക്കാലം മണലെടുപ്പ് നടന്ന വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ പുതുശ്ശേരി കടവിന്റെ അവസ്ഥ മണൽക്കൊള്ളയുടെ ഭീകരത വ്യക്തമാക്കുന്നതായിരുന്നു. മണല് പോയ ആ പുഴത്തടത്തിൽ ഇന്നുള്ളത് ചരൽക്കല്ലുകളും കുറ്റിക്കാടുകളും മാത്രമാണ്. ഈ പുതുശ്ശേരി നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ ഭാഗം കണ്ടല്ലേ, പടിഞ്ഞാറ് ഭാഗത്ത് കാടായി കിടക്കാണ്. വാസം പറഞ്ഞത് വീട് വെക്കാൻ അനുമതി കൊടുക്കാത്ത കാലവർഷത്തിൽ കുറച്ച് കാലം മഴ പെയ്യലോ വെള്ളത്തിനോ ഒഴുകുവച്ചിട്ടാണ്. പുഴയുടെ കരകലാണ് ഈ ആറ്റുവഞ്ചിയൊക്കെ മുളയ്ക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ ഭാരതപ്പുഴയിൽ ഈ പുതുശ്ശേരി കടവ് കണ്ടില്ലേ, ഇവിടുന്ന് അങ്ങ് പടിഞ്ഞാറ് മുഴുവൻ ഈ ആറ്റുവഞ്ചി പുഴയിലാണ്. ഇപ്പോൾ സാധാരണ നദീ സംരക്ഷണ നിയമത്തിൽ മണൽവാരൽ നിയമം 2 വർഷം കൂടുമ്പോൾ കടവ് ചേഞ്ച് ചെയ്യണം. ആ കടവ് ചേഞ്ച് ചെയ്യാറില്ല അവർ. 35 വർഷം ഇവിടുന്ന് മണലെടുത്തു. ഇവിടെ ഉണ്ടോ? അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ കല്ലല്ലേ, ഇതാണ് പുഴ. അങ്ങോട്ട് ഇറങ്ങിയാൽ ചളി. കാരണം മണൽ പോയി കഴിഞ്ഞാൽ പിന്നെ ചളിയായി. നിയമമില്ല ലോറി ഇറക്കാൻ. ബാരിക്കേഡ് വെച്ച് തടയണം. ആ നിയമമൊന്നും ഇവിടെ പാലിക്കാറില്ല. ഒരു വണ്ടി അടിച്ചു പോയിട്ട് വീണ്ടും ആ വണ്ടി തന്നെ തിരിച്ച് ഈ ഷോട്ട് കൊണ്ടായിടും. എന്നിട്ട് തിരിച്ച വണ്ടി വരും. എന്നിട്ട് ആ വണ്ടി വീണ്ടും മണലെടുത്ത് അടിക്കും ഒരേ പാസിൽ. ഇപ്പം എന്താ സംഭവിച്ചാൽ ഇവിടെ കടവുകളായ സ്ഥലത്ത് ഇപ്പോൾ ഈ പുതുശ്ശേരി വള്ളത്തോളാറിൻ്റെ ഏറിയ പങ്കും മണലില്ല.
2001 മണൽവാരൽ നിയന്ത്രണ നിയമപ്രകാരമാണ് കടവ് കമ്മിറ്റി വന്നു, ജില്ലാ അധികൃത സമിതി വന്നു. മറ്റേ സ്റ്റേറ്റിലും ഉണ്ട് അത് കമ്മിറ്റി. 25ഓളം ആളുണ്ടാവും ജില്ലാ അധികൃത സമിതിയിലേക്ക് എത്തുമ്പോൾ. കളക്ടർ ഉൾപ്പെടെ ചെയർമാനാണ്. പക്ഷെ എന്ത് കാര്യം, അവരൊന്നും ഇവിടെ വരുന്ന നോക്കില്ല. കാരണം അവർക്ക് മണൽ വേണം. ഒരു കളക്ടറും വന്നിട്ടില്ല. അവർ മണലെടുക്കുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടി ഡെപ്യൂട്ടി കളക്ടറോ തഹസിൽദാരോ വരും. അതിന് സൗകര്യം ഒരുക്കും. അതിനവിടെ തടസ്സം വന്നാൽ അതിന് കൊടുക്കാനുള്ളതിന് സൗകര്യം ചെയ്യും തഹസിൽദാരൊക്കെ വന്നിട്ട്. എത്രയും മണൽ ഇവിടുന്ന് എടുത്തു കൊണ്ടുപോയിട്ട് കടവ് കമ്മിറ്റിയിൽ ഈ കടവ് സൂപ്പർവൈസർമാരായിട്ട് താൽക്കാലികക്കാരെ പാർട്ടിക്കാർ വെച്ചിട്ട് അവർ മണൽ പാസ്സില്ലാതെ തന്നെ കടത്തിയിട്ട് വിജിലൻസ് വരെ പിടികൂടിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. കടവ് കമ്മിറ്റി പറഞ്ഞാൽ ഇതിൻ്റെ നിയന്ത്രിക്കണമാണ്. ഇത് കൂടുതൽ പോകാൻ പാടില്ല. അതിനാരാ കടവ് കമ്മിറ്റി? അതിൽ ഉൾപ്പെടുത്തുന്ന പരിസ്ഥിതിവാദികൾ തന്നെ വെറുതെ എഴുതി വെക്കാണ് പാർട്ടിയുടെ ആള്. അതിലത്ത് ഒരു പരിസ്ഥിതി പ്രവർത്തനം ഉണ്ടാവില്ല. കഴിഞ്ഞ കാലങ്ങളിലെ ലിസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും. അപ്പം ആ തടയണ കെട്ടണത് ഈ പുതുശ്ശേരി മിത്രാന്തപുരം അമ്പലത്തിൻ്റെ അവിടെ കെട്ടാൻ വേണ്ടി ഇവിടുത്തെ കർഷകർ അപേക്ഷ വെച്ചാ കളക്ടർക്ക്. പക്ഷേ കളക്ടർ ഉദ്യോഗസ്ഥർ പറയുക അത് അവിടെ തന്നെ പാടുള്ളൂ. എന്താ കാരണം വെച്ചാൽ അവിടെ റിസോർട്ട് ഉണ്ട്. അപ്പോൾ അവിടെ വെള്ളം കാണണം. അപ്പോൾ അവർക്ക് സൗകര്യം ചെയ്യണം. അപ്പോൾ ഇത് കർഷകന് ആവശ്യം, കൃഷിക്ക് ആവശ്യമുള്ളവർക്കല്ല അത് പണിത് അങ്ങോട്ട് ആ പാലത്തിൻ്റെ ഇടയിൽ കൊണ്ടായി വെച്ചു. അപ്പോൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ജനങ്ങൾക്ക്, ആ നാട്ടുകാരോടൊന്ന് ചോദിക്കണ്ടേ? പിന്നെ ഈ പുഴ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് വേണ്ടിയിട്ടല്ലല്ലോ, ഒരു പൊതുസമൂഹത്തിന് നാളത്തെ തലമുറയ്ക്കും വേണ്ടത്. ഞാൻ ഈ നാട്ടിൽ നടന്നിട്ട് ഈ സംഭവം ഞാൻ അറിയിക്കും, പുറം ലോകത്തെ അറിയിക്കാഞ്ഞാൽ ഞാൻ ഈ ജീവിച്ചിരുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ചെറുതുരുത്തിക്ക് കിഴക്ക് തൃശൂർ ജില്ലയിലെ പാഞ്ഞാൾ പഞ്ചായത്താണ്. അവിടെയും പുഴയുടെ അവസ്ഥ സമാനമായിരുന്നു. നിർദ്ദയമായ മണൽ ചൂഷണത്തിന് സാക്ഷിയായ പാഞ്ഞാൾ പഞ്ചായത്തിലെ പൈങ്കുളം പ്രദേശത്തുള്ള പുഴക്കടവുകൾ ഇന്ന് ആഴവും ചുഴിയുമുള്ള മരണക്കയങ്ങളാണ്. എത്രയോ മനുഷ്യജീവനുകളാണ് ഈ കയങ്ങളിൽ വീണ് പൊലിഞ്ഞുപോയത്. മണല് പോയി പുഴ താഴ്ന്നു പോയതോടെ പൈങ്കുളം നേരിടുന്ന പലതരം പ്രശ്നങ്ങൾ വിവരിച്ചത് മുൻ പഞ്ചായത്ത് മെമ്പറും കർഷകനുമായ ഗംഗാധരനാണ്. ഈ സ്ഥലം എന്ന് പറഞ്ഞത് പൈങ്കുളം തെഞ്ചേരി പ്രദേശമാണ്. ഞാൻ ജനിച്ചിട്ടുള്ളത് 1961 അത്യാവശ്യം ഒരു 8 വയസ്സായപ്പോൾ നമ്മൾ ഈ പുഴയിൽ വന്ന് കുളിക്കുന്ന ഒരു കാലഘട്ടമാണ് എൻ്റെ ഓർമ്മയിലിരിക്കുന്നത്. അന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ അത്രയും ഭാഗത്ത് കിടക്കുന്ന ആ മണലിൻ്റെ കുന്നിനനുസരിച്ച് ഇവിടെയും മണലുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്കൊക്കെ അന്ന് വേനൽക്കാലം ആയാൽ കുളിക്കാൻ പോകണം എന്നുണ്ടെങ്കിൽ ആ റെയിലിൻ്റെ പക്കത്തേക്ക് കുളിക്കാൻ പോകണം. ദിവസവും വൈകുന്നേരം വരും. അന്ന് നമുക്ക് കൃഷിയാണല്ലോ. അപ്പോൾ വൈകുന്നേരം വേറെ കൃഷിപ്പണിയൊക്കെ കഴിഞ്ഞാൽ വൈകുന്നേരം എല്ലാവർക്കും വീട്ടിലത്തെ പണി കഴിഞ്ഞാൽ അമ്മയായാലും ബാക്കിയുള്ളവരൊക്കെ വരണം, പുഴയിൽ വേണം കുളിക്കണമെങ്കിൽ. കുളിക്കാനും തിരുപ്പാനും ഇവിടെ വഴിയുള്ളൂ. ഇവിടെ വെള്ളമുണ്ട്. അപ്പോൾ ഞങ്ങൾ എത്ര ഇട്ടാലും ടോർച്ചൊക്കെ ആയി, പിന്നെ നിലാവുണ്ടാവും. അപ്പോൾ ടോർച്ചൊക്കെ ആയി പിടിച്ച് ഇതിൻ്റെ അപ്പുറത്തൊരു ഇടവഴിയുണ്ട്. അത് തന്നെയാണ് ഞങ്ങൾ ഇറങ്ങുക. ഇവിടെ ഇറങ്ങി കുളിച്ച് ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ എന്തായാലും 8:30-9 മണിയാകും. ഇവിടുത്തെ കാറ്റൊക്കെ കൊണ്ട് വളരെ രമണീയമായ ഒരു കാലാവസ്ഥയിലാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുക. ഞങ്ങളുടെ ചെറുപ്പകാലം അതാണ് ഓർമ്മ. പിന്നെ അതെല്ലാം കുറേ കാലത്തിന് ശേഷം ഇവിടെ ഒരു ഓട്ട് കമ്പനി സ്ഥാപിച്ചു. ആ ഓട്ട് കമ്പനിക്കാരൻ ആലുവക്കാരനാണ്. അതിനുശേഷം അയാൾ പുഴയിൽ മണലെടുക്കാനുള്ള ഒരു സംവിധാനം ചെയ്തു. പിന്നെ പാഞ്ഞാൾ പഞ്ചായത്തിൽ നിന്നുള്ള മണലെടുക്കാൻ ലേലത്തിൽ കിട്ടിയപ്പോൾ അവർ പുഴയിൽ നിന്ന് മണലെടുക്കാൻ തുടങ്ങി. അങ്ങനെ മണലുകൾ കണ്ടമാനം ആ കാലത്ത് പുഴയിൽ നിന്ന് കയറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മണൽ മുഴുവൻ ഇവിടുന്ന് കയറ്റി കൊണ്ടുപോയതുകൊണ്ടാണ് ഇവിടെ പുഴ താണു പോയിട്ടുള്ളത്. ഇതൊക്കെ ഇടിഞ്ഞതാണ് അങ്ങോട്ട്. പുഴ ശരിക്കും കുറച്ചും കൂടി ഇങ്ങോട്ടുണ്ട്. ഇത് ഇടിഞ്ഞിങ്ങോട്ട് വീണിരിക്കുക. ഇപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു ജലനിധി ഉണ്ട്. ഈ ജലനിധിയിൽ ഏകദേശം 78 പേര് ഇതിൻ്റെ വെള്ളം ഉപയോഗിക്കുന്ന ബെനിഫിഷ്യറി ഉണ്ട്. മനസ്സിലായി? ഈ ആൾക്കാർ ഈ വെള്ളം കിട്ടാതെ ഇപ്പോൾ ചാല് ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ വെള്ളത്തിന്, പറ്റത് അതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. മനസ്സിലായി? അപ്പോൾ അത്രയും വെള്ളം ഇവിടെ കുറഞ്ഞു. ഇതിപ്പോൾ ആദ്യമായിട്ട് പഞ്ചായത്തിൻ്റെ ഒരു പദ്ധതി ഒന്നാണ് ഈ ജലനിധി. അല്ലാതെ കൊണ്ട് ഇവിടെ ജലനിധിയുടെ യാതൊരു പരിപാടി ഉണ്ടായിരുന്നില്ല. മണലെടുപ്പ് തുടങ്ങിയ കാലത്ത് ശ്മശാനത്തും കൂടെ അങ്ങനെ റോഡ് ഇറക്കിയിട്ട് ഇങ്ങനെ അവിടുന്ന് പുഴയിൽ നിന്ന് ഏറ്റി കടത്തുകയായിരുന്നു. അപ്പോൾ അവിടെയാണ് മണലെടുക്കണമെന്ന് പറഞ്ഞാൽ രാവിലെ ലോറി അവിടെ നിന്ന് നിൽക്കും. പെണ്ണുങ്ങൾ കൊട്ട ഉണ്ടാവും. ആ കൊട്ടയിൽ കയറ്റി അതിൽ ഇട്ട് നിറച്ച് കൊടുക്കുക ചെയ്യുക. എന്നിട്ട് അങ്ങനെ കൊണ്ടുപോകുന്ന ഒരവസ്ഥയിൽ അന്നത്തെ കാലത്ത് അതിൽ വയസ്സായവരുണ്ട്, ചെറുപ്പക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. പല ഭാഗത്തുനിന്നും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ കാലം അവർ മണലെടുത്തിട്ട് കുറേ കുടുംബങ്ങൾ അന്നത്തെ കാലത്ത് ജീവിച്ചിട്ടുണ്ടെന്ന് പറയാം. കാരണം അവർക്ക് വേറെ വരുമാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സ്ത്രീകളെ കണ്ടമാനം പണിക്കിറങ്ങിയായിരുന്നു. പിന്നീട് മണൽ എടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് വരെയും ഇതേപോലെ മണൽ കയറ്റിയിട്ടുണ്ടായിരുന്നു.
പിന്നെ അതിൽ ഇടപെടിച്ചുള്ളവരാണ് കുടുംബശ്രീ ആയിട്ടുള്ള പരിപാടിയിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒന്നും കൊണ്ട് അവർ തൊഴിലുറപ്പിൽ കുറേ ആൾക്കാർ പോകുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇവിടെ മൊത്തത്തിൽ പോകുന്ന ഒരാൾക്കാർ. പാഞ്ഞാൾ, കിള്ളിമംഗലം, പൈങ്കുളം, തൊഴിപ്പാടം എന്നീ ഗ്രാമപ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഈ പഞ്ചായത്തിന്റെ പ്രധാന വരുമാന സ്രോതസ്സായിരുന്നു ഒരു കാലത്ത് മണൽക്കടത്ത്. പഞ്ചായത്തിന്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഒരു വിഭവമായി മാത്രം മണലിനെ പരിഗണിച്ചിരുന്ന ആ കാലത്തെ കാഴ്ചപ്പാടിന്റെ പ്രശ്നങ്ങൾ വിവരിക്കുകയാണ് പാഞ്ഞാൾ പഞ്ചായത്തിലെ പഴയ പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ. 1988 മുതൽ 90 വരെ ആദ്യം പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിൽ ക്ലർക്കായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ആ കാലയളവിലെല്ലാം ഭാരതപ്പുഴയിൽ നിന്ന് മണൽ നേരിട്ടാണ് പഞ്ചായത്ത് ലേലം ചെയ്തിരുന്നത്. അത് മാർച്ച് മാസങ്ങളിൽ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ലേലം നേരിട്ട് നടത്തും. അത് കുറേ കരാറുകാർ വന്നിട്ട് ലേലം ചെയ്യും. അതിൽ ഏറ്റവും കൂടുതൽ തുകയ്ക്ക് ആര് ലേലം ചെയ്യുന്നു ആ ആൾക്കാണ് ലേലം പഞ്ചായത്ത് സമിതിയുടെ അംഗീകാരത്തോടു കൂടി കൊടുക്കുന്നത്. പല ഗഡുക്കളായിട്ട് കരാറുകാർ കാശ് പഞ്ചായത്തിൽ അടയ്ക്കുന്നു. 88, 89, 90 കാലഘട്ടങ്ങളിൽ ഒരു 15 ലക്ഷം വരെ പഞ്ചായത്തിന് കരാർ തുക കിട്ടുമായിരുന്നു. ഈ കടവെല്ലാം സൃഷ്ടിച്ചിരുന്നത് പഞ്ചായത്തും അതുപോലെ കരാറുകാരും ആണ്. വണ്ടി ഇറങ്ങാനുള്ള സൗകര്യത്തിനനുസരിച്ചിട്ട് ഉള്ള കടവുകൾ തയ്യാറാക്കുകയായിരുന്നു ആ കാലഘട്ടത്തിൽ ചെയ്തിരുന്നത്. പിന്നീടാണ് കളക്ടറെ എല്ലാം നേതൃത്വത്തിൽ അതൊരു പരിശോധന നടത്തി ലഭ്യമായ കടവുകൾ ഇന്നതാണ്, അതിന് ഇത്ര ലോഡ് മണലെടുക്കുവാൻ പറ്റുള്ളൂ എന്നുള്ളത് പിന്നീടാണ് വന്നത്. ആദ്യ കാലഘട്ടം 88, 89 നമുക്ക് പറയാൻ കഴിയില്ല. അവർക്ക് അവരുടെ സൗകര്യം അനുസരിച്ച് അവർക്ക് ഓർഡർ കിട്ടുന്നതിനനുസരിച്ചാണ് ലോറികൾ ഇറങ്ങിയിരുന്നത്. പക്ഷെ അത്ര കാര്യമായിട്ടുള്ള ഒരു സപ്ലൈ ഉണ്ടായിരുന്നില്ല. അന്നൊന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്നത്തെ അപേക്ഷിച്ച് വളരെ കുറവായിരുന്നു. അതിന് നിയന്ത്രണമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്ര ലോഡാണ് അനുവദിക്കുന്നത് എന്നൊന്നുമില്ല. അവർക്ക് എത്ര എടുക്കാൻ പറ്റുന്നതെങ്കിൽ അത് അവിടുന്ന് ഇറങ്ങാൻ ലോറി സൗകര്യം അനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അന്ന് ഇത്രയും അധികം ഡിമാൻഡ് ഉണ്ടായിരുന്നില്ല മണലിന്. അത് കാരണം തന്നെ അധികം പോയിരുന്നില്ല. പിന്നീടാണ് മണലിൻ്റെ ഡിമാൻഡ് കൂടുതലും വന്നു. അതനുസരിച്ച് മണൽ കൂടുതൽ പോയപ്പോൾ സർക്കാർ അതിൽ ഇടപെട്ടു. സർക്കാർ ഇടപെട്ടിട്ട് ഓരോ കടവിൽ നിന്നും ഒരു നിശ്ചിത ലോഡ് മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ, ആ കടവിലെ മണലിൻ്റെ ലഭ്യത അനുസരിച്ചിട്ട്. അങ്ങനെ തൊഴിപ്പാടും പൈങ്കുളം ശ്മശാനം കടവും പിന്നീട് അനുവദിച്ചത്. അതിന് പഞ്ചായത്തിൽ നിന്ന് ഒരു സ്റ്റാഫിനെ ഈ 2 കടവിലും വയ്ക്കും. അവർ റെസീറ്റ് കൊടുക്കും. പഞ്ചായത്തിൽ നിന്ന് തന്നെ അതിനൊരു ഔദ്യോഗിക റെസീറ്റ് ഉണ്ട്. ആ റെസീറ്റ് കൊടുത്ത് കളക്ട് വാങ്ങി കളക്ഷൻ അന്ന് തന്നെ പഞ്ചായത്തിൽ ഈ സ്റ്റാഫ് തിരിച്ച് കൊടുന്ന് അടക്കി. അത് ആദ്യ കാലഘട്ടങ്ങളിൽ പഞ്ചായത്തിന് പ്രധാനമായിട്ട് വരുമാനമുള്ളത് കെട്ടിട നികുതി, തൊഴിൽ നികുതി, സർക്കാരിൽ നിന്നുള്ള ഗ്രാൻഡ്. ഇതെല്ലാം വളരെ ചുരുക്കമായിരുന്നു. ഒരു പഞ്ചായത്തിന് 5 ലക്ഷത്തിൽ താഴേക്കാണ് ഈ ഇനത്തിലൊക്കെ വരുമായിരുന്നുള്ളൂ. അതേസമയം ഈ മണൽ ഇനത്തിൽ മാത്രം 15 മുതൽ 20 ലക്ഷം വരെയൊക്കെ ഓരോ വർഷവും പഞ്ചായത്തിന് കിട്ടുമായിരുന്നു. അപ്പോൾ പഞ്ചായത്തിൻ്റെ യഥാർത്ഥ വരുമാന സ്രോതസ്സ് ഇതായി മാറി. അപ്പോൾ പഞ്ചായത്തിന് ഇത് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു. ജനങ്ങളിൽ നിന്ന് ആവശ്യങ്ങൾ വന്നു തുടങ്ങി. പുതിയ റോഡുകളുടെ നിർമ്മാണം, ചെറിയ ചെറിയ വഴികളെല്ലാം ടാറിങ് വർക്ക് നടത്തുന്ന, അങ്ങനെ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്തിന് ഫണ്ട് ആവശ്യം വന്നു. ഇതെല്ലാം ഈ മണൽ വിറ്റ വകയിൽ നിന്നാണ് വന്നത്. 97, 98 ജനകീയാസൂത്രണത്തിന് കിട്ടിയിരുന്നത് പാഞ്ഞാൾ പഞ്ചായത്തിന് 40 ലക്ഷത്തോളം രൂപയാണ് കിട്ടിയത്. ആ വർഷം എൻ്റെ ഓർമ്മയിലാണെങ്കിൽ 75 ലക്ഷം രൂപ മണൽ വിറ്റ ഇനത്തിൽ പഞ്ചായത്തിന് വന്നിട്ടുണ്ട്. സർക്കാരിൽ നിന്ന് തരുന്ന ഗ്രാൻറ്റുകൾ, ഈ ജനകീയാസൂത്രണം ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്. ഇത്ര ശതമാനം കാർഷിക മേഖലയ്ക്ക് വെക്കണം, ഇത്ര സേവന മേഖലയ്ക്ക് വെക്കണം. പശ്ചാത്തല മേഖല പ്രധാനമായിട്ട് പഞ്ചായത്തിൻ്റെ ഒരു വർക്ക് വരുന്നത് പശ്ചാത്തല മേഖല, റോഡ് നിർമ്മാണം. അതിന് മാക്സിമം 30% വരെ ചെലവ് ചെയ്യാൻ കഴിയുള്ളൂ. അതേസമയം ഇത് യാതൊരു നിയന്ത്രണവുമില്ലാതെ ഈ മണലിൻ്റെ ലഭ്യത കിട്ടുന്ന അതേ മൊത്തം തുക നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നു. ഭാരതപ്പുഴയുടെ സമീപത്തുള്ള എല്ലാ പഞ്ചായത്തുകളും ഈ രീതി തന്നെയാണ് ചെയ്യുന്നത്. ദേശമംഗലം, വള്ളത്തോൾ നഗർ, പാഞ്ഞാൾ. ഭാരതപ്പുഴയുമായി അതിരു പങ്കിടുന്ന തൃശൂർ ജില്ലയിലെ മറ്റൊരു പഞ്ചായത്താണ് ദേശമംഗലം. പള്ളം, പല്ലൂർ, കൊണ്ടയൂർ എന്നിങ്ങനെ ദേശമംഗലം പഞ്ചായത്തിൽ ലോറികൾ പുഴയിലിറങ്ങിയിരുന്ന പ്രദേശങ്ങൾ ഒരുപാടുണ്ട്. കൊണ്ടയൂർ ദേശത്ത് പുഴയ്ക്കുണ്ടായ മാറ്റത്തിന്റെ തീവ്രതയുടെ നേർത്തെളിവാണ്
1991 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രം കേളി. ആ സിനിമ ചിത്രീകരിച്ച കൊണ്ടയൂരിലെ കുടപ്പാറ ക്ഷേത്രത്തിനടുത്തുള്ള ഭാരതപ്പുഴ തീരത്തെ മണപ്പുറം വിശ്വസിക്കാൻ കഴിയാത്ത വിധം കാണാതായിരിക്കുന്നു. ദേശമംഗലത്തെ മണലെടുപ്പ് കാലം ഓർമ്മിച്ചത് നാടകപ്രവർത്തകനും വായനശാല പ്രവർത്തകനുമായ ശശിധരനാണ്. കറ്റൂട്ടൂർ ശിവക്ഷേത്രമാണത്. ഏകദേശം എൻ്റെ ഓർമ്മയിൽ നിന്നൊരു 100-125 കൊല്ലം പഴക്കമുള്ളൊരു അമ്പലമാണത്. ബാക്കിൽ കാണുന്ന സ്ഥലമാണ്, ഭാരതപ്പുഴ ഒഴുകി പോകുന്നതാണ്. 70കളിലൊക്കെ നമ്മൾ ഈ അമ്പലത്തിൽ വരുമ്പോഴൊക്കെ ഈ ഭാരതപ്പുഴയിൽ മുഴുവൻ മണലാണ്. ഇപ്പം നമ്മൾ ഈ കാണുന്ന പുല്ലുകളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ യാതൊരു പുല്ലിനാമ്പും കൂടിയും ഈ പുഴയിലുണ്ടായിരുന്നില്ല എന്നാണ്. ഒരുപാട് താന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു 6 അടിയിലും കൂടുതലൊക്കെ താന്നുണ്ടാവും. അത് പോരാതെ വന്ന് കംപ്ലീറ്റ് മണലെടുത്തിട്ട് തന്നെയാണ്. 90കൾക്ക് ശേഷം അല്ലെങ്കിൽ 95-ന് ശേഷമൊക്കെ എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ മണൽ കയറ്റിപ്പോയി വരുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ദേശമംഗലം പഞ്ചായത്ത്. ഏറ്റവും കൂടുതൽ കടവുകളുണ്ടായിരുന്നു. പള്ളം, രണ്ടാമത് കറ്റുവെട്ടർ, അത് കഴിഞ്ഞ് ഇവിടെ പല്ലൂരുണ്ട്, ഊരോലിയുണ്ട്, ചെങ്ങണാങ്കടവുണ്ട്, കുടപ്പാറുണ്ട്. ഇങ്ങനെ 6-7 കടവിൽ നിന്ന് ലേലം ചെയ്ത് മണൽ കൊണ്ടുവരുന്ന സ്ഥലമാണ്. ലോറികൾ വരും ആയിരക്കണക്കിന്. അത് അതിശയോക്തിയായിട്ട് പറയല്ല, അതിശയോക്തിയല്ല നമ്മൾ ഈ 1000 എന്നൊക്കെ പറയുമ്പോൾ. പിന്നെ ചിലപ്പോൾ ഈ കടവ് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെയൊക്കെ മണലിൽ നിന്ന് കഴിഞ്ഞാൽ മണൽ കഴിഞ്ഞു, അടിമുട്ടി എന്നൊക്കെ നമ്മൾ പറയില്ലേ, കല്ലായി മണൽ കോരാൻ വേണ്ടി ചളിയായി. ആ ചളിയും കൂടി കോരി കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഇവിടെയൊക്കെ അത് നിൽക്കണത്. അതുപോലെ തന്നെയാണ് കുടപ്പാറ. അങ്ങനെ വണ്ടി നേരെ പുഴയിലേക്ക്, ഇപ്പോൾ ഇവിടുത്തെ ഒരു സൗകര്യം ഇതാണ്, ഈ കുറച്ച് താന്ന് കിടക്കുന്ന കാരണം ലോറികൾ നേരെ പുഴയിലേക്ക് ഇറങ്ങും. ഇങ്ങനെ കോരിയിട്ടാൽ മതി, കോരിയിട്ട് ലോറി നിറയ്ക്കാനുള്ള എളുപ്പമാണത്. കുടപ്പാറയിലൊക്കെ ഭയങ്കര മാറ്റമാണ്. കുടപ്പാറ ആ കേളി ഷൂട്ടിൻ്റെ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു നല്ലോണം മണലുള്ള സമയമായിരുന്നു. മണലും വെള്ളമൊക്കെ ഉള്ളത് അവിടെ കുറേ ദിവസം ഷൂട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ആ സിനിമയൊക്കെ കണ്ടിട്ട് നമ്മൾ ഈ സ്ഥലം കാണുമ്പോൾ ഇതാണോ എന്ന് നമുക്ക് തോന്നും. ഞാൻ കോളേജിൽ പഠിക്കുന്നത് പുഴ കടന്നിട്ടാണ് ഞാൻ കോളേജിലൊക്കെ നടന്നു പോയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ കാരക്കാട് പോയി, കാരക്കാട് നിന്ന് നേരെ അങ്ങോട്ട് പോയി ബസ് കയറി പോകും. അപ്പോൾ വെറും മണലാണ്. അതായത് 73 മുതൽ 78 വരെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തെളിനീരൊഴുകുന്ന സമൃദ്ധമായിട്ട് മണലുള്ള, ഒരു വശത്ത് കന്നുകാലികളും ഒരു വശത്ത് ആൾക്കാരും കുളിക്കുന്ന ആ ഒരു കാലം. മഴക്കാലമായി കഴിഞ്ഞാൽ നിറച്ച് വെള്ളം ഉണ്ടാവും. വേനൽക്കാലമായി കഴിഞ്ഞാൽ ഇങ്ങനെ വറ്റി വരണ്ട് ഇങ്ങനെ ഒഴുകിപ്പോകും. മഴക്കാലത്ത് തോണിയുണ്ട്. ഇവിടെ കൊണ്ടയൂരും തോണിക്കടവുണ്ട്, പല്ലൂരും തോണിക്കടവുണ്ട്. ഷൊർണൂർക്ക് പോകാൻ ഇവിടുന്ന് ഒരു 3.5 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പുഴ കടന്നു കഴിഞ്ഞാൽ ഒരു 1/4-3/4 മണിക്കൂർ കൊണ്ട് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്താം. ദിവസവും എന്ന് പറയുന്ന പോലെ കന്നുകാലികളൊക്കെ ആയിട്ട് പോകും. കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. മിക്കവാറും എല്ലാവർക്കും 1-2 പശുക്കളൊക്കെ ഉണ്ടാവും. അതിനെ മേയ്ക്കലും കുളിക്കലും ഒക്കെ അങ്ങനെ സുഖമായി നടന്നിരുന്ന കാലഘട്ടമാണ്. വേനൽക്കാലമൊക്കെ ആയ പച്ചക്കറി എല്ലാ പുഴത്തീരത്തും ഉണ്ടാകും. കുഴി മാന്തിയിട്ട് മണൽ, എക്കൽ മണ്ണില്ലേ, ആ എക്കൽ മണ്ണിൽ വിത്ത് നടും, മണൽ മാന്തി കയറ്റുക, വെള്ളം ഒഴിക്കുക. വേറെ ഒരു രാസവളവും അന്ന് പ്രയോഗിച്ചിരുന്നില്ല. സമൃദ്ധമായിട്ടുണ്ടാവും. കുഴിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴേക്കും കായായിട്ട് വരും. അപ്പോൾ അന്നത്തെ പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുന്ദരമായത് തന്നെയായിരുന്നു. ഇപ്പം അതൊക്കെ ഇനി കാണാൻ തന്നെ കിട്ടുന്ന, ഇനിയും അങ്ങനെ വരാൻ സാധ്യത കുറവാണ്. പുഴത്തീരത്ത് തന്നെ താമസിക്കുന്ന ദേശമംഗലത്തെ ജയദേവൻ കുട്ടിക്കാലത്ത് പുഴ മുറിച്ചു കടന്ന് ഷൊർണൂരിലേക്ക് നടന്നുപോയിരുന്ന വഴികൾ ഇന്ന് കാണിച്ചു തരുമ്പോൾ അവിടെ കാണാനുണ്ടായിരുന്നത് പുൽക്കാടുകളും മണൽക്കുഴികളും മാത്രമായിരുന്നു. ദേശമംഗലം പഞ്ചായത്തിലെ ആറങ്ങോട്ടുകരയിലുള്ള കലാപാഠശാല എന്ന സാംസ്കാരിക കാർഷിക കേന്ദ്രത്തിന്റെ മുഖ്യപ്രവർത്തകയായ ശ്രീജയ്ക്കും പറയാനുണ്ടായിരുന്നത് പുഴയുടെ നല്ല നാളുകളും പിന്നീടുണ്ടായ നഷ്ടങ്ങളുമാണ്. ദേശമംഗലം പഞ്ചായത്ത് ഒരു കാർഷിക പഞ്ചായത്താണ്. അതിനുള്ള പ്രധാന കാരണം ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഒരു 4-5 വാർഡുകളിൽ ഉള്ള കൃഷി എന്ന് പറഞ്ഞാൽ വളരെ സമ്പന്നമാണ്. പുഴ തരുന്ന ഒരു സമൃദ്ധി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പം എൻ്റെ കുട്ടിക്കാലത്ത് പുഴ അടുത്തല്ലെങ്കിൽ പോലും നമ്മൾ നേരെ കാണുന്നത് കുന്നാണ്. നമ്മൾ സ്ഥിരമായിട്ടുള്ള വിനോദം എന്ന് പറയുന്നത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ കുന്ന് കയറി മറിഞ്ഞ്, അന്ന് ബസ് കുറവാണ്, കുന്ന് കയറി മറിഞ്ഞ് ഇറങ്ങിയാൽ നേരെ പുഴയിലേക്കാണ്. പുഴയിൽ കുളിച്ച് തിരിച്ച് അതേപോലെ തന്നെ ഇങ്ങോട്ട് കയറി വരിക എന്നുള്ളൊരു സ്ഥിരമായിട്ട് നമ്മൾ ചെയ്തിരുന്ന ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ദേശമംഗലം പഞ്ചായത്തിൽ 80കളിൽ 90കളോടടുത്ത് 85-നും 90-നും ഇടയിലാണ് ശരിക്കും പറഞ്ഞാൽ പുഴയിൽ മണലൊരു വിഭവമാണെന്നും അതൊരു പഞ്ചായത്തിൻ്റെ ഒരു ഫിനാൻഷ്യൽ സോഴ്സാണ്, സാമ്പത്തിക സ്രോതസ്സാണെന്നും
തിരിച്ചറിയുകയും അത് മണല് ഊറ്റാൻ തുടങ്ങുകയൊക്കെ ചെയ്യുന്നത് ആ കാലത്താണ്. എല്ലാവരും അത് വളരെ പോസിറ്റീവായിട്ടാണ് അതിനെ കണ്ടത്. അത് പല കാര്യങ്ങളും അങ്ങനെ ഉണ്ട്. ഇപ്പോൾ കാർഷിക രംഗത്ത് ഹരിത വിപ്ലവം വന്നത് വളരെ പോസിറ്റീവായിട്ടാണ് ഒരു കാലത്ത് നമ്മൾ കണ്ടത്. ഇപ്പം അതിനെ തന്നെ നമ്മൾ നെഗറ്റീവായിട്ടാണ് കാണുന്നത്. വളരെ ദരിദ്രമായിട്ടുള്ള ദേശകുളം പഞ്ചായത്ത്, അത് എനിക്ക് വ്യക്തിപരമായിട്ടൊരു ബന്ധം എന്താ വെച്ചാൽ അച്ഛൻ ഇവിടുത്തെ ആ കാലത്ത് അച്ഛനായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നത്. ആ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ മണൽ ഒരു വിഭവമായിട്ട് കാണാൻ തുടങ്ങുന്നത്. പക്ഷെ അന്ന് നമ്മളെല്ലാവരും അതിനെ വളരെ ഇതായിട്ടാണ് കണ്ടത്. പഞ്ചായത്തിന് സമ്പത്ത് കൂടി, പഞ്ചായത്തിൽ ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ട് ചെയ്യാൻ പറ്റി, അങ്ങനെ കുറേ കാര്യങ്ങൾ. പക്ഷെ പതുക്കെ പതുക്കെയാണ് നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഇതിൻ്റെ ഒരു പ്രശ്നങ്ങൾ മനസ്സിലാവാൻ തുടങ്ങി. ഇതൊരു വളരെ വലിയ ഒരു പ്രകൃതി ചൂഷണമാണെന്നും വളരെ വലിയൊരു ദുരന്തമാണ് വരാൻ പോകുന്നതെന്നും വളരെ വലിയ എന്താ മോശമായിട്ടുള്ള കാര്യമാണ് നമ്മൾ പുഴയോടും പ്രകൃതിയോടും ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കാൻ കുറച്ചും കൂടി സമയമെടുത്തു. വളരെ ഈസി ആയിട്ട് നമ്മൾ പുഴയിൽ നിന്ന് മണലെടുക്കാൻ പാടില്ല എന്ന് മാത്രം പറയുക എന്നുള്ളതല്ല അതിൻ്റെ സൊല്യൂഷൻ എന്നാണ്. വളരെ സമഗ്രമായിട്ട് വീട് വെക്കുന്നതിന് നിയന്ത്രണം വേണം. രണ്ടാൾക്ക് വേണ്ടിയിട്ട് ഇത്ര വലിയ വീട് വെക്കാൻ സമ്മതിക്കേണ്ട കാര്യമില്ല. പ്രകൃതി അതാണ്, പൈസ അവരുടെ ആണെങ്കിലും വിഭവം വ്യക്തിപരമല്ല, പൊതുവാണ്. ആ ഒരു ബോധം ആളുകൾക്ക് ഇല്ലാത്തടത്തോളം കാലം പുഴയുടെ മണലെടുപ്പിനെ മാത്രം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം എല്ലാ അർത്ഥത്തിലും രണ്ടാൾക്ക് താമസിക്കാൻ കൊട്ടാരം പോലെ വീട് വെക്കുകയും അതിൽ എല്ലാ ലൈറ്റും ഇട്ട് വെക്കുകയും രാവും പകലും അവർക്ക് കാശുണ്ടെന്നുള്ളതുകൊണ്ട് എല്ലാ അത് അനുവദിക്കാനുള്ളത്തോളം കാലം ഇതൊക്കെ ഇങ്ങനെ തന്നെ തുടരും. പാറപൊട്ടിക്കലും മണൽ ഇതാക്കലും മണ്ണെടുക്കലൊക്കെ നടന്നുകൊണ്ടിരിക്കും. എല്ലാം ആവശ്യമാണ് ഇതിൻ്റെ ഒരു, അതായത് ഇപ്പോൾ നെല്ലുണ്ടാവുന്നത് വയൽ നിൽക്കേണ്ടത് ആവശ്യമാണ്, മരങ്ങൾ അതിൻ്റെ ഒരു ഇതിപ്പോൾ രണ്ട് ഘട്ടത്തിൽ ആൾക്കാർ ഇങ്ങനെ ഒരു തരം ശത്രുക്കൾ. ഇപ്പോൾ ഈ സ്ത്രീ രാഷ്ട്രീയം പറയുമ്പോൾ സ്ത്രീ പുരുഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഇതിൽ നിൽക്കുന്ന പോലെയാണ്. പിന്നെ ശത്രുതയാണ് അതിൻ്റെ അല്ലല്ലോ, അതിനപ്പുറത്തേക്ക് നമ്മൾ കുറച്ചും കൂടി വേറൊരു രീതിയിൽ കാണണം. ഇത് ഒരു ആവശ്യം, ഇത് നിലനിൽക്കേണ്ടത് വീടുകൾ ഉണ്ടാവണ പോലെ തന്നെയേക്കാൾ കൂടുതൽ ആവശ്യമാണെന്നുള്ളതും. ദേശമംഗലം പിന്നിട്ടാൽ പാലക്കാട് ജില്ലയിലെ തിരുമിറ്റക്കോട് പഞ്ചായത്താണ്. അവിടെയുള്ള അതിപുരാതന നിർമ്മിതിയായ അഞ്ചുമൂർത്തി ക്ഷേത്രം ഭാരതപ്പുഴയുടെ തൊട്ടരികിലാണ്. തിരുമിറ്റക്കോട് പഞ്ചായത്തിൽ മണൽക്കൊള്ള വ്യാപകമായി നടന്ന സ്ഥലവും ഇതുതന്നെയാണ്. പുഴയിലേക്ക് ഇറങ്ങിയെത്തുന്ന ക്ഷേത്രത്തിന്റെ പടിക്കെട്ടിലിരുന്ന് പഴയകാലം ഓർത്തെടുക്കുകയാണ് തിരുമിറ്റക്കോട് സ്വദേശി ഉണ്ണികൃഷ്ണൻ. ഇവിടുന്ന് എൻ്റെ ഒരു കാരണവരുണ്ടായിരുന്നു. അവരുടെ കൂടെ കൈ പിടിച്ചിട്ട് ഞാൻ പുഴയിൽ കൂടെ നടന്നിട്ടാണ് പട്ടാമ്പിക്ക് പോയിരുന്നത്. ഇതേ ഭാഗത്ത് തന്നെ വേനൽക്കാലമായി കഴിഞ്ഞാൽ ഇത് അങ്ങനെ നടക്കും. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് പോയി കഴിഞ്ഞാൽ റെയിൽവേ ലൈനാണ്. റെയിൽവേ ലൈൻ കഴിഞ്ഞാൽ പിന്നെ കുറച്ചൊരു പാടുണ്ടായി കഴിഞ്ഞാൽ പട്ടാമ്പി ടൗണായി. അപ്പോൾ അങ്ങനെ വെറും മണലാണ്, പഞ്ചാര മണൽ എന്നൊക്കെ പറയില്ലേ, അതേമാതിരിയുള്ള മണലായിരുന്നു ഇവിടെ. ഇപ്പം അത് പോയിട്ട് ആ കളറ് പോയിട്ട് ഒന്നുമില്ല, മണലേ ഇല്ല എന്ന് തന്നെ തീർത്തും പറയാം. കംപ്ലീറ്റ് എടുത്ത് പോയതാണ്. ശരാശരി 150-200 ലോഡ് മണൽ ഒരു ദിവസം ഈ തിരുമിറ്റക്കോട്ട് കടവുന്ന് മാത്രം പോയിരുന്നു. ഈ പർട്ടിക്കുലർ ഏരിയ അതാ ഇവിടുന്ന് ഇത്രയും വട്ടത്തുനിന്ന് ട്രാക്ക് കട്ടിയിട്ട് വണ്ടി ലോറി അതിലേക്ക് ഇറക്കുക, നേരിട്ട് ലോറിയിലേക്ക് എടുത്ത് കൊട്ടുക. അപ്പോൾ ഏറിക്കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് വേണ്ട ഒരു ലോഡ് നിറയാൻ. പഴയ ഓർമ്മ വെച്ച് നോക്കുന്ന സമയത്ത് സർവേ പ്രകാരം എത്ര 16 അടിയോ 18 അടിയോ താഴ്ചയിലാണ് അത്ര ഇപ്പോൾ ഉള്ളത്. അപ്പം നമ്മുടെ ഒരു ഏകദേശം ഒരു ആവറേജ് കണക്ക് നോക്കുന്ന സമയത്ത് എന്തായാലും ഒരു 8-10 അടി മണൽ പോയിട്ടുണ്ട് ഇവിടുന്ന്. കാരണം ചിലയിടത്ത് ഈ മണൽ എടുത്തിട്ട് ചിലയിടത്ത് കുണ്ടുണ്ട്. ഇപ്പോൾ ഒരു 15 ദിവസം മുമ്പത്തെ ആ ഭാഗത്ത് എവിടെ ഒരാൾ വെള്ളത്തിൽ വീണ് മരിച്ചു എന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ എവിടെയാണ് കുണ്ടെന്ന് പറയാൻ പറ്റില്ല. എതിർത്തിരുന്നു, പക്ഷെ അതൊന്നും വിലപ്പോയില്ല. പിന്നെ ഒരു ഗിരിധരൻ എന്ന് പറഞ്ഞൊരു എക്സിക്യൂട്ടീവ് ഓഫീസർ വന്നു ഇവിടെ. അയാൾ സ്റ്റേ കൊണ്ടുവന്നു. 150 മീറ്റർ പരിസരത്തു നിന്ന് ക്ഷേത്രത്തിൻ്റെ 150 മീറ്റർ ചുറ്റളവൊന്നും മണലെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അതോട് കൂടിയിട്ടാണ് മണലെടുപ്പ് കുറച്ച് കുറഞ്ഞത്. കാണാതായ പുഴയെ കണ്ടെത്താനും നിറഞ്ഞ മണൽപ്പരപ്പിലൂടെ പുഴയൊഴുകിയിരുന്ന ഓർമ്മകൾ അടയാളപ്പെടുത്താനും നടത്തിയ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പുഴയോരത്തെ 24 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ യാത്ര പിന്നിട്ടു. ആ വഴികളിലെല്ലാം നിളയെ പല രീതിയിൽ അനുഭവിക്കുകയും ആശ്രയിക്കുകയും
ആഘാതമേൽപ്പിക്കുകയും ചെയ്ത മനുഷ്യരോട് പുഴ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അതിനുള്ള തൃപ്തികരമായ ഉത്തരങ്ങൾ ഇവിടെയാണുള്ളത്.